വെൽക്കം ബാക്ക് ടു ഓൾ. ബിൽഡിംഗ് ബൈലോസിൻ്റെ 15ാമത്തെ വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോയിൽ ബിൽഡിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. ബിൽഡിങ് അത് അതിൻ്റെ ഒക്യുപ്പൻസിക്ക് അനുസരിച്ച് നമ്മൾ തരംതിരിച്ചിട്ടുള്ളത്. നാഷണൽ ബിൽഡിംഗ് കോഡ് ബിൽഡിങ്ങിൻ്റെ ഒക്യുപ്പൻസിക്ക് അനുസരിച്ച് ഗ്രൂപ്പ് എ മുതൽ ഗ്രൂപ്പ് ഐ വരെ തരംതിരിച്ചിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് എ എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ്. ഗ്രൂപ്പ് ബി എഡ്യൂക്കേഷണൽ ബിൽഡിംഗ് ആണ്. ഗ്രൂപ്പ് സി ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ് ആണ്. ഗ്രൂപ്പ് ഡി അസംബ്ലി ബിൽഡിംഗ് ആണ്. ഗ്രൂപ്പ് ഇ ബിസിനസ് ബിൽഡിംഗ് ആണ്. ഗ്രൂപ്പ് എഫ് മെർക്കൻറ്റൈൽ ബിൽഡിംഗ് ആണ്. ഗ്രൂപ്പ് ജി ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്. ഗ്രൂപ്പ് എച്ച് സ്റ്റോറേജ്. ഗ്രൂപ്പ് ഐ ഹസാർഡസ്. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളടുത്ത് ചോദിക്കും ഗ്രൂപ്പ് എ ഏത് ബിൽഡിംഗ് ആണ്, അപ്പോൾ ഓപ്ഷൻസും ഉണ്ടാവും കുറേ. അപ്പോൾ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെന്ന് ഓർമ്മ വരണം. അതേപോലെ ഗ്രൂപ്പ് ഐ ഏത് ബിൽഡിംഗ് ആണ്, അപ്പോൾ ഏത് ബിൽഡിംഗ് ആണ്, ഹസാർഡസ് ബിൽഡിംഗ് ആണ്. അപ്പം അത് കൂടെ ഓർമ്മ വേണം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഇൻഫർമേഷന് വേണ്ടി പറയുകയാണ്, നമ്മൾ നാഷണൽ ബിൽഡിംഗ് കോഡ് പ്രകാരമാണ് ഇത്രയും തരം തിരിച്ചിട്ടുള്ളത് അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് KMBR ഉണ്ട് അല്ലേ, കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾ ഉണ്ട്. അപ്പോൾ അത് പ്രകാരം ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് കൂടെ വന്നിട്ടുണ്ട്. മൾട്ടിപ്ലസ് കോംപ്ലക്സ് ആണത്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പം റെസിഡൻഷ്യൽ ബിൽഡിംഗ് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് റെസിഡൻഷ്യൽ ബിൽഡിംഗ്? ഈ ബിൽഡിങ്ങിൽ എന്തിനൊക്കെയാണ് നമ്മൾ താമസിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബിൽഡിംഗ് ആണ് റെസിഡൻഷ്യൽ ബിൽഡിംഗ്. അവിടെ നമ്മൾ കുക്കിംഗ് ചെയ്യാം അല്ലെങ്കിൽ കുക്കിംഗ് ചെയ്യാതിരിക്കാം. അതേപോലെ തന്നെ നമുക്ക് ഡൈനിങ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഇത് രണ്ടും ഉണ്ടായിരിക്കാം. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ബിൽഡിംഗ് ആണ് റെസിഡൻഷ്യൽ ബിൽഡിംഗ്. എന്താണ്, നമ്മൾ താമസിക്കുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ കുക്കിങ്ങിനും അതേപോലെ ഡൈനിങ്ങിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ബിൽഡിംഗ് ആണ് റെസിഡൻഷ്യൽ ബിൽഡിംഗ്. ദിസ് ഇൻക്ലൂഡ് എനി ബിൽഡിംഗ് ഇൻ വിച്ച് സ്ലീപ്പിംഗ് അക്കോമഡേഷൻ ഈസ് പ്രൊവൈഡഡ് ഫോർ നോർമൽ റെസിഡൻഷ്യൽ പർപ്പസ് വിത്തൗട്ട് കുക്കിംഗ്. ഓക്കെ, പറഞ്ഞു നോക്കൂ, കുക്കിംഗ് ഉണ്ടാവുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യാം. or dining or both the facility except that the building classified under group C. ഇത്രയും കാര്യം ഓർത്ത് വയ്ക്കുക. റെസിഡൻഷ്യൽ ബിൽഡിംഗ് നമ്മൾ താമസിക്കാൻ ഉപയോഗിക്കുന്ന ബിൽഡിംഗ് ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതാണ് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ കുറേ നോക്കൂ, അപ്പാർട്ട്മെൻറ്റുകൾ, വില്ലകൾ, നഴ്സിംഗ് ഹോം, ബംഗ്ലോ, ഇതൊക്കെ എന്താണ് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് ഉദാഹരണങ്ങളാണ് കേട്ടോ. പിന്നെ ഇനി റെസിഡൻഷ്യൽ ബിൽഡിംഗ് കുറച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. A1, A2, A3, A4, A5 എന്നിങ്ങനെയാണ് അത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. A1 എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആവുന്നത്? ലോഡ്ജ്, അതേപോലെ തന്നെ റൂമിംഗ് ഹൗസുകൾ, അതൊക്കെയാണ് A1 ഉൾപ്പെടുന്നത്. A2 ഉൾപ്പെടുന്നത് 1-2 ഫാമിലി ഡ്വെല്ലിംഗ്. ഓക്കെ, അതാണ് A2. ഡ്വെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കാൻ ഉപയോഗിക്കുന്ന അപ്പാർട്ട്മെൻറ്റുകളാണ് കേട്ടോ. ഇനി A3 എന്ന് പറഞ്ഞാൽ ഡോർമിറ്റോറീസ് ഒക്കെയാണ് A3 ഉൾപ്പെടുന്നത്. A4 എന്ന ഡിവിഷനിൽ അപ്പാർട്ട്മെൻറ്റ്, A5 ഹോട്ടൽ. ഓക്കെ, നമ്മളപ്പോൾ ആ റെസിഡൻഷ്യൽ എന്ന ബിൽഡിങ്ങിനെ 5 പിന്നെയും തരംതിരിച്ചിട്ടുണ്ട്. അതിലാണ് A1, A2, A3 എന്നിങ്ങനെയൊക്കെ വരുന്നത്. അപ്പം നിങ്ങൾ ഇതൊന്നും ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. പക്ഷേ ഈ റെസിഡൻഷ്യൽ ബിൽഡിങ് ഗ്രൂപ്പ് A ആണെന്നുള്ളത് മറക്കരുത്. ഓക്കെ, അടുത്തത് എഡ്യൂക്കേഷണൽ ബിൽഡിംഗ് ആണ്, അഥവാ ഗ്രൂപ്പ് B ബിൽഡിംഗ് ആണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് ഇൻക്ലൂഡ് എനി ബിൽഡിംഗ് യൂസ്ഡ് ഫോർ സ്കൂൾ, കോളേജ്, അതർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഡേ കെയർ പർപ്പസ് ഇൻവോൾവിംഗ് അസംബ്ലി ഫോർ ഇൻസ്ട്രക്ഷൻ, എഡ്യൂക്കേഷൻ ഓർ റിക്രിയേഷൻ ഫോർ നോട്ട് ലെസ് ദാൻ 20 സ്റ്റുഡൻസ്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളുകൾ, കോളേജുകൾ, പിന്നെ അതേപോലെ തന്നെ ട്യൂഷൻ സെൻറ്റേഴ്സ്, അങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് എഡ്യൂക്കേഷണൽ ബിൽഡിങ്ങിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ടായിരിക്കണം? ഒരു എഡ്യൂക്കേഷൻ, ആ ബിൽഡിങ്ങിൻ്റെ ധർമ്മം എന്തായിരിക്കണം? എഡ്യൂക്കേഷൻ ആയിരിക്കണം. അതേപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ്, അതേപോലെ തന്നെ റിക്രിയേഷൻസ്, അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ അവിടെ നടന്നിരിക്കണം. ഇവിടെ 20 സ്റ്റുഡൻസെങ്കിലും
അവിടെ ഉണ്ടായിരിക്കണം ഈ ഒരു ബിൽഡിങ്ങിൽ. അപ്പോൾ മാത്രമേ അതൊരു എഡ്യൂക്കേഷണൽ ബിൽഡിംഗ് ആവുകയുള്ളൂ. ഓക്കെ, എഡ്യൂക്കേഷണൽ ബിൽഡിങ്ങുള്ളത് സ്കൂളുകൾ, ലൈബ്രറീസ്, മ്യൂസിയം അതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ്. അപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെഡിക്കൽ പരമായിട്ടുള്ള മേഖല, അതായത് നമ്മൾ ആളുകളെ ചികിത്സിക്കുന്ന സ്ഥാപനങ്ങൾ, അതേപോലെ ക്ലിനിക്കുകൾ, പിന്നെ നമ്മൾ ഈ ഏതെങ്കിലും പേഴ്സൺസ് അവർ ഫിസിക്കലായിട്ടോ മാനസികമായിട്ടോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടോ വയ്യായികൾ അല്ലെങ്കിൽ അസുഖങ്ങൾ അവരെ ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന സ്ഥാപനങ്ങൾ, അതൊക്കെ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്ങിൽ ഉൾപ്പെടും. ഓക്കെ, അതായത് നമ്മുടെ വാർദ്ധക്യകാല വയസ്സായിട്ടുള്ള ആളുകളെ താമസിക്കുന്ന ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് നമ്മൾ ക്ലിനിക്ക് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹോസ്പിറ്റൽസ് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ക്ലിനിക്സ്, ഹോസ്പിറ്റൽസ്. പിന്നെ ഇത്തരത്തിലുള്ള മാനസികാരോഗ്യ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിങ് 3ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അതിൽ C1 ആണ് ആദ്യം. C1 എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലാണ് മെയിനായിട്ട്. ഇനി C2 എന്ന് പറഞ്ഞാൽ ഏജ് ആയിട്ടുള്ള വയസ്സായ ആളുകളെ താമസിക്കുന്ന സ്ഥലം ഉണ്ടാവില്ല, അതേപോലെ തന്നെ ഓർഫനേജുകൾ, അതൊക്കെയാണ് C2ൽ ഉൾപ്പെടുന്നത്. C3 എന്ന് പറഞ്ഞാൽ പ്രിസൺസ്, മെൻ്റൽ ഹോസ്പിറ്റലുകളൊക്കെയാണ് C3 എന്ന സബ് ഡിവിഷനിൽ വരുന്നത്. ഇതൊന്നും ഓർത്ത് വെച്ചോളാം. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് ഓർത്ത് വയ്ക്കുക, അത് ഏത് ക്ലാസ്സാണ്, അതിന് 3 സബ് ഡിവിഷൻ. ഇനി നമുക്ക് അസംബ്ലി ബിൽഡിംഗ് ആണ് പറയാനുള്ളത്. അപ്പം ഈ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ അവർ കൂടിച്ചേരുക, പിന്നെ അതേപോലെ തന്നെ കൂടിച്ചേർന്ന് അവർക്ക് പല ആക്ടിവിറ്റീസുകൾ നടത്തുന്ന ബിൽഡിംഗാണ് അസംബ്ലി ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇതെന്താണ് ഡെഫിനിഷൻ ശ്രദ്ധിച്ചോളാം. ദിസ് ഇൻക്ലൂഡ് എനി ബിൽഡിംഗ് ഓർ പാർട്ട് ഓഫ് ബിൽഡിംഗ് വേർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ congregate and gather for amusement, recreational, social, religious, patriotic, civil, travel and other similar purpose. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ സ്ഥലത്ത് കൂടിച്ചേരുക, എന്തിനൊക്കെ വേണ്ടിയിട്ടാവാം, ചിലപ്പം മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, സോഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അതുപോലെ തന്നെ റിക്രിയേഷന് മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടായിരിക്കാം, പിന്നെ സിവിൽ പരമായിരിക്കാം, അല്ലെങ്കിൽ സഞ്ചാരത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. അങ്ങനെ ഏത് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കൂടിച്ചേരുന്ന ഭാഗമാണ് അസംബ്ലി ബിൽഡിംഗ്. ഇതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുക എന്ന് ശ്രദ്ധിച്ചോളാം കേട്ടോ. തിയേറ്ററുകൾ, നമ്മുടെ സിനിമാ തിയേറ്ററുകൾ, അതേപോലെ തന്നെ അസംബ്ലി ഹാളുകൾ, ഓഡിറ്റോറിയം, എക്സിബിഷൻ ഹാള്, മ്യൂസിയം, ജിംനേഷ്യം, ജിമ്മിൻ്റെ സെൻറ്ററൊക്കെ, പിന്നെ അതേപോലെ റെസ്റ്റോറൻറ്റുകൾ, ഡാൻസിങ് ഹാളുകൾ, ക്ലബ് റൂം, പാസഞ്ചർ സ്റ്റേഷൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു അസംബ്ലി ബിൽഡിങ്ങിൽ ഉൾപ്പെടുന്നത്. ഓർത്ത് വെച്ചോളാം, എക്സാമ്പിൾ ഓർത്ത് വെച്ചോളാം കേട്ടോ. ഇനി അസംബ്ലി ബിൽഡിങ് നമ്മൾ 3ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്: D1, D2, D3. ഓക്കെ, അപ്പോൾ D1 എന്ന് പറഞ്ഞാൽ തിയേറ്ററാണ് വിത്ത് ഫിക്സഡ് സീറ്റ് ഓഫ് മോർ ദാൻ 1000 പേഴ്സൺ. 1000ൽ കൂടുതൽ ആളുകൾക്ക് സീറ്റ് നൽകിക്കൊണ്ടുള്ള ഒരു വിഭാഗമാണ് D1 ബിൽഡിങ്. അപ്പോൾ D2 തിയേറ്റർ വിത്ത് ഫിക്സഡ് സീറ്റ് ഫോർ ലെസ് ദാൻ 1000 പേഴ്സൺ. 1000ൽ താഴെയുള്ള ആളുകൾക്ക് സീറ്റ് സൗകര്യം നൽകിക്കൊണ്ടുള്ള ബിൽഡിംഗ് ആണ് D2. അപ്പോൾ D3 എന്ന് പറഞ്ഞാൽ ഹോൾ വിത്ത് കപ്പാസിറ്റി ടു ഹോൾഡ് മോർ ദാൻ 300 പേഴ്സൺ ബട്ട് വിത്ത് നോ പെർമനൻറ്റ് സീറ്റിംഗ്. അപ്പം 300 ആളുകളെയൊക്കെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കാം, പക്ഷേ അതൊരു പെർമനൻ്റ് ആയിട്ട്, അതായത് സ്ഥിരമായിട്ടുള്ള സീറ്റിംഗ് D3 എന്ന ബിൽഡിങ്ങിൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അസംബ്ലി ബിൽഡിംഗ് എന്താണ്, അതേത് ക്ലാസിഫിക്കേഷനാണ്, ഗ്രൂപ്പ് D ആണ് അല്ലേ. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ സബ് ഡിവിഷൻസും. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചോളാം. ഇനി അടുത്തത് ബിസിനസ് ബിൽഡിംഗ് ആണ്. അപ്പോൾ ബിസിനസ് ബിൽഡിങ്ങിൽ എന്തൊക്കെ ഉൾപ്പെടും നിങ്ങൾക്കറിയാം. നമ്മളെ ഓഫീസുകൾ, അതേപോലെ തന്നെ കോർട്ടുകൾ,
അത് കോടതികൾ, അതൊക്കെയാണ് ഈ ബിസിനസ് ബിൽഡിങ്ങിൽ ഉൾപ്പെടുന്നത്. But this include any building or part of building which is used for transaction or business more than covered by for keeping of accounts and records and similar purposes, professional establishment, service facilities. ഓക്കെ, അപ്പോൾ അതിൽ ഉൾപ്പെടുന്നതായിരിക്കുകയാണ് സിറ്റി ഹാളുകൾ, ടൗൺ ഹാളുകൾ, കോർട്ട് ഹൗസുകൾ, ലൈബ്രറി, അതൊക്കെയാണ് ബിസിനസ് ബിൽഡിങ്ങിൽ വരുന്നത്. ഒന്നുമില്ല, ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ബിൽഡിങ്ങുകൾ, അതിൽ കോടതികൾ, നമ്മളെ പിന്നെ അതേപോലെ തന്നെ ഓഫീസുകൾ എന്നിവയൊക്കെയാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ സബ് ഡിവിഷൻസ് എന്താണെന്ന് നോക്കാം. ബിസിനസ് ബിൽഡിംഗ് E1, E2, E3 ഉണ്ട്. E1 എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഓഫീസുകൾ, ബാങ്കുകൾ, പ്രൊഫഷണൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഫോർ ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, ലോയർ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്? E1 ഓഫീസുകളുണ്ടാവും, ബാങ്കുകളുണ്ടാവും, പിന്നെ അതേപോലെ ഡോക്ടർമാർക്കും എൻജിനീയർമാർക്കും വക്കീൽമാർക്കും ഒക്കെ ഉള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതൊക്കെയാണ് E1. E2 എന്ന് പറഞ്ഞാൽ ലബോറട്ടറികളും റിസർച്ച് സെൻറ്ററുകളും, നമ്മൾ ഗവേഷണ നടത്തുന്ന സെൻറ്ററുകൾ, അതൊക്കെയാണ് E2. E3 എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഇൻസ്റ്റാളേഷനാണ് E3 ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.